ആധർമ്മേ മധുകൈടഭഗ്നി അഹിഷപ്രാണാപഹാരോദ്യമേ ഹേലാനിർമ്മിതധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ടാഗ്നി നിശേഷീകൃതരക്തബീജതനുജേ നിത്യേ നിശുംഭാപഹേ ശുംഭധ്വംസിനി സംഹരാശുദുരിതം ദുർഗേ നമസ്തേംബികേ. ദേവി മഹാത്മ്യം 4-ാമത്തെ അധ്യായം തുടങ്ങുകയാണ്. ദേവി മഹിഷാസുരനെ വസിച്ചു കഴിഞ്ഞു. അതിനുശേഷം ദേവന്മാരൊക്കെ കൂടി ദേവിയെ സ്തുതിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞു. ആ സ്തുതി പ്രകാരമാണ് ഇനി പറയണത്. തതസുരഗണാ സർവേ ദേവ്യാ ഇന്ദ്രപുരോഗമാഃ സ്തുതിമാരേഭിരേ കർത്തും നിഹതേ മഹിഷാസുരേ. മഹിഷാസുരേ ദേവ്യാ നിഹതേ. പറയുമ്പോൾ അങ്ങനെ ദേവ്യ എന്ന് നിങ്ങളുടെ അന്വയത്തിലേക്ക് വരും. മഹിഷാസുരേ ദേവ്യാ ഹതേ. മഹിഷാസുരൻ ദേവിയാൽ മഹിഷാസുരേ ഹതേ. മഹിഷാസുരൻ വധിക്കപ്പെട്ടപ്പോൾ സപ്തമിയാണ്. മഹിഷാസുരൻ ദേവിയാൽ വധിക്കപ്പെട്ടതായ അവസരത്തിൽ സർവേ സുരഗണാഹ ഇന്ദ്രപുരോഗമാഹ സർവേ ദേവാഹ എല്ലാ ദേവന്മാരും ഇന്ദ്രപുരോഗമാഹ ഇന്ദ്രൻ മുമ്പനായ എല്ലാ ദേവന്മാരും. ഇന്ദ്രന് പുരോഗമൻ വെച്ചാൽ ആദ്യത്തെ ആള് എന്നുള്ളതാണ് അർത്ഥം. പുരോഗമൻ എന്ന് പറയുമ്പോൾ വാക്കിനർത്ഥം. അതായത് ഇന്ദ്രൻ തുടങ്ങിയതായ സർവ ദേവന്മാരും. ആദ്യം ദേവേന്ദ്രനാണ് അതിൻ്റെ നേതാവ് എന്നുള്ള നിലയിലാണ് ഇന്ദ്രൻ തുടങ്ങിയ എല്ലാ ദേവന്മാരും എന്ന് പറയുന്നത്. ഇന്ദ്രപുരോഗമാഹ സർവേ സുരഗണാഹ. ഇന്ദ്രപുരോഗമന്മാരായിട്ടുള്ള ഇന്ദ്രൻ മുമ്പരായ എല്ലാ സുരഗണാഹ ദേവസമൂഹങ്ങളും എല്ലാ ദേവന്മാരും സ്തുതിമാരേഭിരേ കർത്തും ആരേഭിരേ ആരംഭിച്ചു. എന്തിന്? സ്തുതിം കർത്തും സ്തുതിയെ ചെയ്യുവാൻ ആരംഭിച്ചു, സ്തുതിക്കുവാൻ ആരംഭിച്ചു. സ്തുതിയെ ചെയ്യുവാൻ എന്ന് പറഞ്ഞാൽ സ്തുതിക്കുവാൻ, ദേവിയെ സ്തുതിക്കുവാൻ തുടങ്ങി. എല്ലാ ദേവന്മാരും കൂടി ദേവിയെ സ്തുതിച്ചു തുടങ്ങി എന്നാണ്. ഇനി സ്തുതിമാരേഭിരേ കർത്തും നിഹതേ മഹിഷാസുരേ. മഹിഷാസുരൻ വധിക്കപ്പെട്ടപ്പോൾ, ദേവിയാൽ വധിക്കപ്പെട്ടപ്പോൾ ആ സുരന്മാരെല്ലാവരും, സുരഗണങ്ങളെല്ലാവരും, ദേവസമൂഹങ്ങളെല്ലാവരും തന്നെ ഇന്ദ്രപുരോഗമാഹ ഇന്ദ്രൻ മുമ്പരായ എല്ലാ ദേവന്മാരും ദേവിയെ സ്തുതിക്കുവാനായി തുടങ്ങി എന്ന്. ശക്രാദയ സുരഗണാഹ നിഹതേ അതിവീര്യേ തസ്മിൻ ദുരാത്മനി സുരാരിബലേ ച ദേവ്യാ താം തുഷ്ടോ പ്രണതി നമ്രതിരോധരാംസാഹ വാഗ്ഭി പ്രഹർഷപുളകോദ്ഗമചാരുദേഹാഹ. ഇനി അതന്നെ ആ തുടങ്ങി എന്നുള്ളത് തന്നെ ഒന്നും കൂടി ആ സ്തുതിയെപ്പറ്റി ഒന്നും കൂടി വിസ്തരിച്ച് പറയുകയാണ്. അത്രയേ ഉള്ളൂ. ശക്രാദയ സുരഗണാഹ. ശക്രാദികളായിട്ടുള്ള സുരഗണങ്ങൾ. ശക്രാദയ സൂര്യൻ തുടങ്ങിയ ആദികളായ ശക്രൻ ആദികളായിട്ടുള്ള ഇന്ദ്രൻ ആദിയായിട്ടുള്ള ഇന്ദ്രൻ തുടങ്ങിയതായ ശക്രാദയ സുരഗണാഹ. ശക്രാദികളായിട്ടുള്ള സുരഗണങ്ങളെല്ലാം തന്നെ, ദേവേന്ദ്രൻ തുടങ്ങിയ ദേവന്മാരെല്ലാം തന്നെ നിഹതേ അതിവീര്യേ തസ്മിൻ ദുരാത്മനി അതിവീര്യേ തസ്മിൻ നിഹതേ. ദുരാത്മാവായിട്ടുള്ള അസുരൻ തസ്മിൻ അതിവീര്യനായിട്ടുള്ള ആ അസുരൻ മഹിഷാസുരൻ ദേവ്യാ നിഹതേ ദേവിയാൽ വധിക്കപ്പെട്ടപ്പോൾ. പിന്നെ അതിവീര്യേ എന്നുള്ളതും തസ്മിൻ നിലയിൽ അന്വയിക്കണം. അതിവീര്യേ ദുരാത്മനി തസ്മിൻ. അതിവീര്യത്തോടു കൂടിയവനും ദുരാത്മാവുമായിട്ടുള്ള ആ മഹിഷാസുരൻ ദേവ്യാ ഹതേ ദേവിയാൽ ഹതിക്കപ്പെട്ടതായ കൊല്ലപ്പെട്ടതായ അവസരത്തിൽ നിഹതേ ദേവിയാൽ നിഹതനായപ്പോൾ വധിക്കപ്പെട്ടപ്പോൾ താം തുഷ്ടൂഹു ആ ദേവിയെ അവളെ അതായത് ദേവിയെ ആ ദേവിയെ സ്തുതിച്ചു എന്നാണ്.
പ്രണതി നമ്ര ശിരോധരാംസാഹ, പ്രണതി കൊണ്ട് നമസ്കാരം കൊണ്ട് നമ്രങ്ങളായ കുമ്പിട്ടതായിട്ടുള്ള ശിരോധരാംസാഹ, ശിരോധരങ്ങൾ കഴുത്തും അംസങ്ങളും തോളും ഒക്കെ കുമ്പിട്ടുകൊണ്ട് എല്ലാവരും നമസ്കരിച്ചു എന്ന് സ്തുതിക്കുവാൻ തുടങ്ങി. എല്ലാവരും തല കുമ്പിട്ട് എന്ന് പറഞ്ഞാൽ കഴുത്ത് കുമ്പിട്ടെന്ന് പറഞ്ഞാൽ ശിരോധരം എന്ന് വെച്ചാൽ തലയെ ധരിക്കുന്നത് കഴുത്ത് എന്നുള്ള അർത്ഥമാണ്. ശിരോധര അംസാഹ, അംസങ്ങൾ തോളുകൾ, അംസങ്ങളും കഴുത്തും ഒക്കെ കുമ്പിട്ടുകൊണ്ട് തല കുനിച്ചുകൊണ്ട് എന്നർത്ഥം. താം തുഷ്ടുഹു, ആ ദേവിയെ സ്തുതിച്ചു. പ്രണതി നമ്ര ശിരോധരാംസാഹ, പ്രണതി കൊണ്ട് നമസ്കാരം കൊണ്ട് നമ്രങ്ങളായ കുമ്പിട്ടതായിട്ടുള്ള ശിരോധരങ്ങൾ, കഴുത്തുകൾ, അംസങ്ങളോടും കഴുത്തുകളോടും കൂടിയതായിട്ടുള്ള ആ ദേവന്മാർ വാഗ്ഭി പ്രഹർഷ പുളകോൽഗമ ചാരുദേഹാഹ, വാഗ്ഭി വാക്കുകളെ കൊണ്ട് എങ്ങനെ പ്രഹർഷ പുളകോൽഗമ ചാരുദേഹാഹ സുരാരയ എന്നുള്ളതിൻ്റെ വിശേഷം, സുരഗണാഹ എന്നുള്ളതിൻ്റെ വിശേഷമാണ്. പ്രണതി കൊണ്ട് നമ്രമായിട്ടുള്ളത് പറഞ്ഞു. പ്രഹർഷ പുളകോൽഗമ ചാരുദേഹ, പ്രഹർഷം കൊണ്ട് അത്യധികമായിട്ടുള്ള സന്തോഷം കൊണ്ടുണ്ടായതായ പുളകോൽഗമം, രോമം എഴുന്നേൽക്കൽ, അതായത് രോമാഞ്ചം. ആ രോമാഞ്ചം കൊണ്ട് മനോഹരങ്ങളായിട്ടുള്ള ശരീരങ്ങളോടുകൂടിയ, അതായത് സുവേന മനോഹര ശരീരങ്ങളാണ്. അവിടെ ഈ വിയർപ്പുതുള്ളികളും ധാരാളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്താ പുളകം ധാരാളം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് സന്തോഷം കൊണ്ടുള്ളതായിട്ടുള്ള പുളകം, രോമാഞ്ചം ദേഹത്ത് മുഴുവൻ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ളതായിട്ടുള്ള ദേഹത്തോടു കൂടിയതായ ദേവന്മാർ എന്നാണ്. അവർക്ക് സുരഗണാഹ, അപ്രകാരമുള്ളതായിട്ടുള്ള ദേവഗണങ്ങൾ നമ്ര ശിരോധരാംസാഹ, നമ്രങ്ങളായിട്ടുള്ള ശിരസ്സുകളോടും ശിരോധരങ്ങളോടും അംസങ്ങളോടും കൂടിയവരായിട്ട്, അംസം തോള്, അംസങ്ങളോടും കൂടിയവരായി തുഷ്ടുവുഹു, താം തുഷ്ടുവുഹു, അവളെ, ആ ദേവിയെ സ്തുതിച്ചു എന്നാണ്. ദേവ്യായയാ തതമിദം ജഗദാത്മശക്തിയാ നിശേഷദേവഗണശക്തി സമൂഹമൂർത്തിയാ താം അംബികാമഖിലദേവമഹർഷി പൂജ്യം ഭക്തിയാ നദാസ്മ വിദധാതു ശുഭാനി സാ നഹ. ഞാൻ സ്തുതിക്കുന്നതായിട്ടുള്ള വാക്കുകളെയാണ് പറയുന്നത്. ദേവ്യായയാ, യാതൊരു ദേവിയാലാണോ, തതമിതം ജഗത് ആത്മശക്തിയാ, ആത്മശക്തിയാ ഇതം ജഗത് തതം ആത്മശക്തിയാ, സ്വശക്തി കൊണ്ട് ഇതം ജഗത്, ഈ ജഗത്ത് മുഴുവൻ തതം വ്യാപ്തമായിരിക്കുന്നുവോ, വ്യാപിച്ചു കിടക്കുന്നുവോ. ഏത് ശക്തിയാണോ ഈ ലോകം മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ച് കിടക്കുന്നത്, അതാണ് അവിടെ. ദേവ്യാ യയാ തതമിതം ജഗത് ആത്മശക്തിയാ, യയാ ദേവ്യ, യാതൊരു ദേവിയാലാണോ ആത്മശക്തിയ, തൻ്റെ ശക്തി കൊണ്ട് ഇതം ജഗത് തതം, ഈ ലോകം മുഴുവൻ പരന്നു കിടക്കുന്നുവോ, തതം ചാൽ പരന്നു കിടക്കുന്ന എന്നുള്ള അർത്ഥമാണ്. ആ ലോകത്തിൽ മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നതായിട്ടുള്ള കീർത്തിയോടുകൂടിയ എന്നർത്ഥം. നിശേഷ ദേവഗണ ശക്തി സമൂഹമൂർത്തിയ, ഇനി ആ ദേവിയുടെ വിശേഷനാണ്. നിശേഷ ദേവഗണ ശക്തി സമൂഹമൂർത്തിയ, നിശേഷമുള്ളതായിട്ടുള്ള ദേവഗണങ്ങൾ, അതായത് എല്ലാ ദേവഗണങ്ങളുടെയും ശക്തിയുടെ സമൂഹമായിട്ടുള്ളതാണ് ഈ ദേവി എന്നാണ്. എല്ലാ ദേവന്മാരുടെയും ശക്തിയെ സമാഹരിച്ചു കൊണ്ടുള്ളതായ രൂപത്തോടു കൂടിയ ആ ദേവിയെ, അതാണ് നിശേഷ ദേവഗണ ശക്തി സമൂഹമൂർത്തി എന്ന് നേരത്തെ പറഞ്ഞുല്ലോ. ആ ഓരോരോ ദേവന്മാരും അവരവരുടെ അംശങ്ങളെ കൊടുത്തു. അങ്ങനെ എല്ലാവരും അവരവരുടെ തേജസ് ഖണ്ഡിച്ചു കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പം എല്ലാവരുടെയും ശക്തി ആ ദേവിക്കുണ്ട് എന്നുള്ളതാണ്. സർവ്വദേവന്മാരുടെയും ശക്തി ദേവിക്കുണ്ട്. അങ്ങനെയുള്ളതാണ് ആ മൂർത്തി ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. ആ മൂർത്തിക്ക്, ദേവിയുടെ മൂർത്തിക്ക് എല്ലാവരും അവരവരുടേതായിട്ടുള്ള ഓരോരോ ഭാഗം കാഴ്ചവെച്ചു. അങ്ങനെയാണല്ലോ ദേവി ഉണ്ടായത് എന്നുള്ളതാണ്. നിശേഷ ദേവഗണ ശക്തി സമൂഹമൂർത്തിയ താം അംബികാം അഖിലദേവ
മഹർഷി പൂജം താം അംബികാം, ആ അംബികയെ, ആ ദേവിയെ, അഖില ദേവ മഹർഷി പൂജ്യം, എല്ലാ ദേവന്മാർക്കും മഹർഷിമാർക്കും പൂജ്യയായിട്ടുള്ള, പൂജിക്കത്തക്കതായ ആ ദേവിയെ, നിശേഷ ദേവഗണ ശക്തി സമൂഹമൂർത്തിയ എന്നും പറഞ്ഞു. അപ്പം എല്ലാ ദേവകളുടെയും ശക്തിയുടെ സമൂഹം കൊണ്ട് ഉൽപ്പന്നയും ഉണ്ടായിട്ടുള്ളവളും, എല്ലാ ദേവന്മാരുടെയും മഹർഷിമാരുടെയും പൂജയ്ക്ക് അർഹയായിട്ടുള്ളവളും ആയ ആ ദേവി, ഭക്ത്യാ നതാസ്മ വിദധാതു ശുഭാനി സാനഹ. ഭക്ത്യാ നതാഹ സ്മഹ, ഞാൻ ആ ദേവിയെ നമസ്കരിക്കുന്നു. ഞാൻ എന്നല്ല, നമ്മൾ എല്ലാവരും, നതാഹ സ്മ, എല്ലാവരും ദേവന്മാരെല്ലാവരും കൂടിയിട്ടാണല്ലോ സ്തുതിക്കുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ ആ ശക്തിയെ നമിക്കുന്നു. ഭക്തിയാ, ഭക്തിയോടുകൂടി ആ ശക്തിയെ, ആ പൂജയായിട്ടുള്ള ആ ശക്തിയെ ഞങ്ങൾ നമിക്കുന്നു. താം അംബികാം അഖില ദേവ മഹർഷി പൂജ്യം, എല്ലാ ദേവന്മാരാലും അഖില ദേവന്മാരാലും മഹർഷിമാരാലും പൂജ്യയായിട്ടുള്ള, പൂജിക്കത്തക്കതായ ആ ദേവിയെ ഭക്തിയാ, ഭക്തിയോടുകൂടി നതാഹ സ്മഹ, ഞങ്ങൾ നമിക്കുന്നു. വിദാധു ശുഭാനി സാ നഹ, സാ ആ ദേവി, നഹ ശുഭാനി വിദധാതു, നഹ ഞങ്ങൾക്ക്, മമമ്യെ അവയോഹോ നൗ അസ്മാൻ നഹ എന്ന ഷഷ്ഠി ബഹുവചനാണ്. നഹ ശുഭാനി വിദധാതു, ശുഭങ്ങളെ ഉണ്ടാക്കിത്തരട്ടെ. ആ ദേവി നമുക്ക് ശുഭത്തെ ഉണ്ടാക്കിത്തരട്ടെ, മംഗളത്തെ നൽകട്ടെ, എല്ലാം ശുഭമാക്കി തീർക്കട്ടെ നമ്മുടെ യത്നങ്ങളൊക്കെ എന്ന് സാരം. യസ്യാ പ്രഭാവമതുലം ഭവനാനന്ദോ ബ്രഹ്മാഹരശ്ച നഹി വക്തുമലം ബലം ച, സാ ചണ്ഡിക അഖില ജഗൽപരിപാലനായ നാശായ ച അശുഭജയസ്യ മതിം കരോതു, നാശായ ച അശുഭജയസ്യ മതിം കരോതു. യസ്യാഹ അതുലം പ്രഭാവം, ആരുടെ, യാതൊരു ദേവിയുടെ അതുലമായിട്ടുള്ള പ്രഭാവത്തെയാണോ, അതുലം തുല്യതയില്ലാത്ത, മറ്റൊന്ന് അതിനോട് ഉപമിക്കാനായിട്ട് മറ്റൊന്നില്ല, അപ്രകാരമുള്ള ദേവിയുടെ പ്രഭാവത്തെ, യസ്യാഹ അങ്ങനെയുള്ളതാണ് ദേവിയുടെ പ്രഭാവം എന്നാണ്. പ്രഭാവം അതുലാം ഭഗവാൻ അനന്ത, ആ ഭഗവാൻ അനന്തനായിട്ട് പോലും, 1000 നാവുകളുണ്ട്, 1000 ശിരസ്സുണ്ടല്ലോ അവന്, അനന്തന്. അപ്പം അതുകൊണ്ട് 1000 നാവും ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഭഗവാൻ അനന്ത ബ്രഹ്മാഹരശ്ച, അനന്തനും ഭഗവാൻ ബ്രഹ്മാവും ശിവനും ഒന്നും തന്നെ. പ്രഭാവം അതുലം ഭഗവാൻ അനന്തോ ബ്രഹ്മാഹരശ്ച നഹി വക്തും അലം എന്ന് പറയുവാനായിട്ട് അവരാരും ശക്തരല്ല. അനന്തനും ബ്രഹ്മാവും ശിവനും ഒന്നും ആ ദേവിയുടെ അനന്തങ്ങളായ പ്രഭാവങ്ങളെ വർണ്ണിക്കുവാൻ ശക്തരല്ല എന്നാണ്. യസ്യാഹ പ്രഭാവം അതുല, ആരുടെ അതുലമായിട്ടുള്ള തുല്യതയില്ലാത്ത പ്രഭാവത്തെ വർണ്ണിക്കുവാനാണോ ഭഗവാൻ അനന്ത, ഭഗവാനായിട്ടുള്ള അനന്തനും, അതായത് 1000 നാക്കുകളുള്ള ഭഗവാൻ അനന്തനും, ഹരിഹി ബ്രഹ്മാവും, ഹരഹ ബ്രഹ്മാവും ശിവനും, ബ്രഹ്മാ ഹരഹ ച ബ്രഹ്മാവും ശിവനും സമർത്ഥരല്ലയോ, വക്തും അലം, അലം ന വർണ്ണിക്കാനായിട്ട് ശക്തരല്ല. ബ്രഹ്മാവിനും ശിവനും ഒന്നും തന്നെ ആ ദേവിയുടെ പ്രഭാവത്തെ വർണ്ണിക്കാൻ ശക്തിയില്ല എന്നുള്ളതാണ്. അങ്ങനെ പ്രഭാവം വക്തും അലം നഹി എന്നുണ്ടല്ലോ, അല്ലേ, എന്നുള്ളതാണ്. അപ്പോൾ നഹി അലം, അവരൊന്നും ഇതിന് സമർത്ഥരല്ല. ഇനി സാ ചണ്ഡിക, അപ്രകാരമുള്ള ആ ചണ്ഡിക അഖില ജഗൽ പരിപാലനായ, ഈ ജഗത്തിനെ മുഴുവൻ പരിപാലനം ചെയ്യുന്നതിനായിട്ട്, ഈ ജഗത്തിനെ മുഴുവൻ, ലോകത്തെ മുഴുവൻ രക്ഷിക്കുന്നതിനായി, ജഗത് പരിപാലനായ നാശായ ച അശുഭജയസ്യ, അശുഭജയസ്യ നാശായ ച, അശുഭജയത്തിൻ്റെ, അശുഭങ്ങളുടെ സമൂഹം, അശുഭങ്ങളുടെ കൂട്ടം എന്ന്. അശുഭചയം, ചയം എന്ന് വെച്ചാൽ സമൂഹം, കൂട്ടം എന്നൊക്കെ അർത്ഥം. അശുഭജയസ്യ, അശുഭങ്ങളെ, അമംഗളങ്ങളെ നശിപ്പിക്കാനും ശുഭങ്ങൾ ഉണ്ടാക്കിത്തരാനും പ്രാപ്തിയുള്ളതാണ് ആ ദേവി എന്നുള്ളതാണ്. സാ ചണ്ഡിക അഖില ജഗൽ പരിപാലനായ, അഖില ജഗത്തിനെയും പരിപാലിക്കുന്നതിനും, നാശായ ച അശുഭജയസ്യ, അശുഭജയങ്ങളുടെ, അശുഭ സമൂഹങ്ങളെ നശിപ്പിക്കുന്നതിനും, മതിം കരോതു മനസ്സിനെ
പ്രാപ്തമാക്കട്ടെ, മനസ്സിൽ നിശ്ചയിക്കട്ടെ എന്ന്. മതിയും കരോതു, മനസ്സിൽ ഉറയ്ക്കട്ടെ, ഇതിനു വേണ്ടി മനസ്സ് തീരുമാനമെടുക്കട്ടെ ദേവിയുടെ എന്നാണ്. യാ ശ്രീ സ്വയം സുഹൃതിനാം ഭവനേഷ്വലക്ഷ്മീ പാപാത്മനാം കൃതധിയാം ഹൃദയേഷു ബുദ്ധി ശ്രദ്ധാ സതാം ഹൃദി കുലപ്രഭവസ്യ ലജ്ജാ താം ത്വാം നതാസ്മ പരിപാലയ ദേവി വിശ്വം. യാ ശ്രീഹി, യാതൊരു ശ്രീയാണോ സ്വയം സുഹൃതിനാം ഭവനേഷു ലക്ഷ്മീഹി, സുഹൃതിനാം ഭവനേഷു സുഹൃതം ചെയ്തവരുടെ ഭവനങ്ങളിൽ ലക്ഷ്മിയായിട്ട് വർത്തിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ ലക്ഷ്മിയെ, ഐശ്വര്യത്തെ വർദ്ധിപ്പിച്ചുകൊണ്ട് സ്വജനങ്ങളുടെ ഹൃദയങ്ങളിൽ വർത്തിക്കുന്നു, അവരുടെ ഹൃദയങ്ങളിൽ, ഗൃഹങ്ങളിൽ വർത്തിക്കുന്നു. ആ ലക്ഷ്മി തന്നെ, ദേവി തന്നെയാണ് ആ ലക്ഷ്മിയായിട്ട് ഇവരുടെയൊക്കെ ഹൃദയങ്ങളിൽ വർത്തിക്കുന്നത് എന്നാണ്. യാ ശ്രീ സ്വയം സുഹൃതിനാം ഭവനേഷു, സുഹൃതികളുടെ ഭവനങ്ങളിലൊക്കെ, ഹൃദയങ്ങളിൽ മാത്രമല്ല അവരുടെയൊക്കെ ഭവനങ്ങളിലും വസിക്കുന്നു എന്നുള്ളതാണ്. ലക്ഷ്മീഹി, ലക്ഷ്മി ഭഗവതിയായിട്ട് അവരുടെ ഗൃഹങ്ങൾ, അവർക്ക് സമ്പത്തിനെ ഉണ്ടാക്കി കൊടുക്കണു എന്ന് സാരം. പാപാത്മനാം അലക്ഷ്മി കൃതധിയാം അലക്ഷ്മീഹി, പാപാത്മനാം പാപികളായിട്ടുള്ള കൃതധിയാം ഉറച്ച ബുദ്ധിയോടുകൂടിയവർക്ക്, അതായത് പാപാത്മനാം ഭവനേഷു അലക്ഷ്മീഹി എന്ന്, സുഹൃതികളുടെ ഹൃദയത്തിൽ ലക്ഷ്മിയായും പാപാത്മനാം പാപികളുടെ ഹൃദയത്തിൽ അലക്ഷ്മിയായും, കൃതാധിയ എന്നുള്ളത് അടുത്തതിലേക്ക്. പാപാത്മനാം ഭവനേഷു അലക്ഷ്മീഹി, പാപാത്മാക്കളുടെ പാപികളുടെ ഗൃഹങ്ങളിൽ അലക്ഷ്മിയായും, പിന്നെ സുഹൃതികളുടെ ഗൃഹത്തിൽ ലക്ഷ്മിയായും ശ്രീയായിട്ടും, സുഹൃതിയുടെ ഗൃഹത്തിൽ ലക്ഷ്മിയായിട്ട് വസിക്കുന്നു, പാപികളുടെ ഗൃഹത്തിൽ അലക്ഷ്മിയായിട്ട് വർത്തിക്കുന്നു. ഇനി പാപാത്മനാം കൃതധിയാം പിന്നെ കൃതധിയാം ഹൃദയേഷു ബുദ്ധി, കൃതധിയായിട്ടുള്ളവരുടെ ഹൃദയങ്ങളിൽ ബുദ്ധിയായിട്ട്, അതായത് ഉറച്ച മനസ്സോടു കൂടിയതായിട്ടുള്ള ആ സജ്ജനങ്ങളുടെ ഗൃഹങ്ങളിൽ ബുദ്ധിയായിട്ട് വർത്തിക്കുന്നു എന്നാണ്. ബുദ്ധിയായും ശ്രദ്ധാ സതാം ഹൃതി, സജ്ജനങ്ങളുടെ ഹൃദയത്തിൽ ശ്രദ്ധയായും, കുലപ്രഭവസ്യ ലജ്ജ, കുലങ്ങളിൽ സൽക്കുലങ്ങളിൽ ജനിച്ചവരുടെ ഹൃദയങ്ങളിൽ ലജ്ജയായും, കുലപ്രഭവസ്യ ലജ്ജ, കുലങ്ങളിൽ ശ്രേഷ്ഠ കുലങ്ങളിൽ ജനിച്ചവരുടെ പ്രഭവം, അത് വിഭവസ്ഥാനമായിട്ടുള്ളവർ, കുലപ്രഭവസ്യ കുലങ്ങളിൽ, ഉന്നത കുലങ്ങളിൽ ജനിച്ചവരുടെ ഗൃഹങ്ങളിൽ ലജ്ജയായിട്ടും വർത്തിക്കുന്നുവോ, താം ത്വം, അപ്രകാരമുള്ള അവിടത്തെ ഭഗവതിയെ, താം ത്വം തഥാസ്മഹ, ഞങ്ങൾ നമിക്കുന്നു, നമിക്കുന്നവരായി ഭവിക്കുന്നു, ഞങ്ങൾ നമിക്കുന്നു എന്നർത്ഥം. പരിപാലയ ദേവി വിശ്വം, അല്ലയോ ദേവി വിശ്വത്തെ മുഴുവൻ പരിപാലിച്ചാലും. അപ്പോൾ അതാണ് യാ ശ്രീ സുഹൃതികളുടെ ഗൃഹത്തിൽ ശ്രീഭഗവതിയായിട്ടും പാപികളുടെ ഗൃഹത്തിൽ അലക്ഷ്മിയായിട്ടും കൃതീകളായിട്ടുള്ള ഉറച്ച ബുദ്ധിയോടുകൂടിയ അവരുടെ ഹൃദയങ്ങളിൽ ബുദ്ധിയായും, അവർക്ക് ബുദ്ധിയെ പ്രദാനം ചെയ്തുകൊണ്ടും, സജ്ജനങ്ങളുടെ ഹൃദയത്തിൽ ശ്രദ്ധയായും, സജ്ജനങ്ങൾ ചെയ്യുന്നതായിട്ടുള്ള എല്ലാ കർമ്മങ്ങളും നന്മ ആക്കുന്നതിന് വേണ്ടി അവരുടെ ഗൃഹങ്ങളിൽ ശ്രദ്ധയായും, കുലപ്രഭവസ്യ ലജ്ജ, കുലപ്രഭവന്മാരുടെ നല്ല കുലങ്ങളിൽ ജനിച്ചവരുടെ ഹൃദയത്തിൽ ലജ്ജയായും വസിക്കുന്നതായിട്ടുള്ള ആ ദേവിയെ ഞങ്ങൾ നമിക്കുന്നു. ദേവി, അല്ലയോ ദേവി വിശ്വം പരിപാലയ, ഈ വിശ്വത്തെ മുഴുവൻ സംരക്ഷിച്ചാലും എന്ന്. ശ്രീ ശിവാ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക, ശ്രീ ശിവാ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക, ശ്രീ ശിവാ ശിവശക്തിഐക്യരൂപിണി ലളിതാംബിക. ശ്രീ ലളിതാംബികായൈ നമഃ.